മനസ്സ് നിറഞ്ഞു വിഷ്ണുട്ടാ. എടോ ശരിക്കും പെട്ടുപോയെടോ. എന്തു പറ്റി? അമ്മയും ശ്യാമയും കൊണ്ടുപോകാൻ രോഹിത് എത്താതെ എനിക്ക് വരാൻ പറ്റും തോന്നുന്നില്ല. സാരമില്ല വിഷ്ണുട്ടാ, ഇന്റർവ്യൂവിന് ഇനിയും സമയമുണ്ടല്ലോ. എന്റെ അനിയത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ലേ സത്യമ്മ വന്നിരിക്കുന്നത്. പ്രസാദം. വാ മോളെ വാ. നാഗരാജാവേ, ശ്യാമയെ കാത്തോളേ. ഇവളുടെ വയറ്റിലെ കുഞ്ഞിനെ ഇവൾക്ക് സുഖപ്രസവം നൽകണേ നാഗരാജാവേ. കൈ നിറയെ കുഞ്ഞുങ്ങളെ കൊടുക്കണേ. സർവദോഷങ്ങളും പൊറുക്കണേ. 10 മാസം ഒരു കുഞ്ഞിനെ പേറി പൂർണ്ണ ആരോഗ്യവാനായി പ്രസവിക്കാനുള്ള ശേഷി ശ്യാമയ്ക്കില്ല. ശ്യാമേ വാ. നാഗരെ, കള്ളങ്ങളെല്ലാം പുറത്ത് മാപ്പാക്കണേ. എന്താ സത്യമ്മ? കാലെന്തോ. ഏയ്, ഇവിടെ ഒന്നുമില്ല, മണലായിരിക്കും. എന്താണത്? ഈ ഇന്റർവ്യൂവിന് പോകുമ്പോ സത്യമ്മയുടെ കാലത്തൊട്ട് അനുഗ്രഹം വാങ്ങണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഇനി ഒരിക്കലും അത് നടക്കില്ലെന്ന് കരുതിയതാ. ആ കാൽപ്പാട് തൊട്ട് കണ്ണിൽ വെച്ച് നമസ്കരിക്കാനുള്ള ഭാഗ്യമെങ്കിലും ഭഗവാൻ എനിക്ക് തന്നല്ലോ. സിവിൽ സർവീസ് ഇന്റർവ്യൂ പാസ്സാവുന്നതിനേക്കാൾ വലിയ സന്തോഷത്തിലാണ് ഞാനിപ്പോ. അയ്യോ, നമുക്ക് ഇന്റർവ്യൂവിന് കൊണ്ട് സമയമായി. ഞാനേ അവിടെ പോയിട്ട് സിറ്റുവേഷൻ നോക്കിട്ട് വരാം.
എങ്ങോട്ടാടേ ഈ മുങ്ങുന്നേ? മുങ്ങിയതൊന്നല്ല, വീണ്ടും ഫോൺ വന്നിട്ടേ. അമ്മ ഇത് കഴിഞ്ഞില്ലേ, നമുക്ക് പൊക്കൂടെ? കഴിഞ്ഞില്ലടാ. ആൾക്കാരുടെ മുഖം നോക്കി ഭൂതകാലവും ഭാവി കാലവും എല്ലാം കണ്ണാടിയിൽ എന്ന പോലെ കണ്ടു പറയുന്ന ഒരു സിദ്ധൻ ഈ ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടു. ശ്യാമയ്ക്ക് അർച്ചനയ്ക്ക് മാത്രമല്ല, അദ്ദേഹത്തെ കാണാൻ കൂടിയാ ഞാൻ വന്നത്. ഇവളുടെ ഭാവി അറിയണം. ഇവള് പ്രസവിക്കാൻ പോകുന്ന കുഞ്ഞിനെ പറ്റി. എടാ, നീ വേണേ പൊയ്ക്കോ, ഞാൻ രോഹിത്തിനെ വിളിച്ച് പൊയ്ക്കോളാം. ഓ ശരി, ഞാൻ പോയിട്ട് വരാം. പോട്ടെ. വാ മോളെ. ശാലിനി, നമുക്കിന്ന് വിട്ടാലോ? അമ്മ സിദ്ധനെ കണ്ടിട്ട് ശ്യാമയുടെ ഭാവി പോലെ അറിഞ്ഞിട്ടേ വരുള്ളൂ എന്നാ പറയണേ. അപ്പോഴേക്ക് രോഹിത്തും കത്തിക്കോളും. അപ്പൊ നമുക്ക് പോവാം. ഇതിപ്പോ ഇന്റർവ്യൂവിന് സമയമാവുന്നല്ലേ ഉള്ളൂ. നമുക്ക് സിദ്ധൻ എന്താ പറയുന്നെന്ന് കൂടി കേട്ടിട്ട് പോയപ്പോരെ? ഇത് ഇന്റർവ്യൂവിനെ കുറിച്ച് നേരത്തെ എത്തണ്ടേ? ഇതേ സിവിൽ സർവീസാ, മറക്കണ്ട. സാരല്ല വിഷ്ണുട്ടാ, സമയത്ത് എത്തിയാ മതി. ഞാനെല്ലാം പ്രിപ്പയർഡാ. അതെ, തനിക്ക് എന്താ പറ്റി? എന്താ വിഷ്ണുട്ടാ? ഇന്റർവ്യൂവിന് റെഡിയാന്ന് പറഞ്ഞിട്ട് ആത്മവിശ്വാസം ഒന്നും തന്റെ മുഖത്ത് കാണാനില്ലല്ലോ. ആകെ പേടിച്ചു വരേണ്ടതുപോലെ. ഏയ്, എനിക്കൊന്നുമില്ല, എനിക്കൊരു കുഴപ്പമില്ല. വിഷ്ണുവിന് തോന്നുക. അല്ലപ്പോ താൻ എന്തപ്പോ പറഞ്ഞു വരുന്നേ? ഇറങ്ങണോ അതോ നിൽക്കണോ? നിക്കാം. ശാലിനി, സിദ്ധം പറയുന്ന കാര്യം പിന്നീട് അമ്മയോടോ ശ്യാമയോടോ ചോദിച്ചാൽ അറിയാലോ. ഇന്റർവ്യൂ മിസ്സായി എന്താ ചെയ്യാ? അങ്ങനൊന്നും ഉണ്ടാവില്ല വിഷ്ണുട്ടാ. പിന്നെ വേറൊരു കാര്യോട് ഞാൻ പറഞ്ഞേക്കാം. ഇവിടെ കിടന്ന് തിരിഞ്ഞു കളിച്ചിട്ട് പിന്നെ അമ്മയുടെ കണ്ണിലെ കാണിച്ചെന്ന് പെട്ടാ പിന്നെ വേറെ പ്രശ്നമാവേ. പിന്നെ അമ്മ തന്നെ ഇവിടെ പൊരിച്ചെടുക്കും. പിന്നെ മൂന്നോട്ടായിട്ട് തന്റെ ഇന്റർവ്യൂ വെറുതെ കൊളാക്കണോ? സത്യമ്മ കാണാതെ ഞാൻ ശ്രദ്ധിച്ചോളാം, പ്ലീസ്. ശരി, വാ. സൂക്ഷിക്കണേ, കല്ല. ദൈവം കനിഞ്ഞു നൽകിയ സന്താനം അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ മരണപ്പെട്ടിരിക്കുന്നു. ഇനിയൊരു സന്താനയോഗം കാണുന്നില്ല. ഇയാൾക്കിതെന്താ പറ്റി? അല്ല വിഷ്ണുട്ടാ, സിദ്ധം പറഞ്ഞത് അത് അവരുടെ കാര്യല്ലേ. തന്റെ മുഖം കണ്ട തോന്നല്ലോ സിദ്ധൻ ശ്യാമയുടെ കാര്യം പറഞ്ഞു. വിഷ്ണുട്ടൻ എന്താ അങ്ങനെ പറഞ്ഞേ? അത് ശരി, താനെന്തിനോട് ഇങ്ങനെ പേടിക്കും പരിഭ്രമിക്കുകയൊക്കെ ചെയ്യുന്നേ? ശ്യാമയുടെ കാര്യം ഓർത്തിട്ടാവും. എടോ, അതിന് ഇനി ഒരു ടെൻഷന്റെ ആവശ്യമില്ല. ഭാവി കാലം ഈ സിദ്ധന് കണ്ണാടി പോലെ മുമ്പിൽ കാണാന്നാ പറയണേ. അത് മാത്രല്ല, മുമ്പ് നടന്ന കാര്യങ്ങളും. എല്ലാ സത്യം സത്യമായിട്ട് തന്നെ പറയുന്ന എല്ലാരും പറയണേ. അതാണല്ലോ വിഷ്ണുട്ടൻ എന്റെ പേടി. സ്വാമി, അങ്ങ് പറയുന്നത്
സത്യം മാത്രം. അതേ പറയൂ. അങ്ങനൊരു കുഞ്ഞുണ്ടായിട്ടില്ല സ്വാമി. കള്ളം പറയരുത്. നിങ്ങളുടെ കുഞ്ഞ് ഭാര്യയുടെ ഉദരത്തിൽ ഉരുവായിരുന്നത് മനക്കണ്ണിൽ ഞാൻ കാണുന്നു. ഇല്ലെങ്കിൽ ഈ സ്ത്രീ പറയട്ടെ. സ്വാമി, അത് ആ സമയത്ത് ഒരു കുഞ്ഞിനെ പോറ്റി വളർത്താനുള്ള വരുമാനമില്ലായിരുന്നു എന്നല്ലേ നിങ്ങൾ പറയാൻ തുടങ്ങുന്നത്? അങ്ങനെ ധരിച്ചു വശായി അച്ഛനും അമ്മയും കൂടി തന്നെ ആ കുഞ്ഞിനെ ഗർഭത്തിൽ വച്ച് തന്നെ കൊന്നു, അല്ലേ? കുഞ്ഞിനെ പോറ്റുന്നതും വളർത്തുന്നതും അച്ഛനമ്മമാരല്ല, സാക്ഷാൽ ജഗന്നിയന്താവാണ്. ആ കുഞ്ഞ് പിറന്നിരുന്നുവെങ്കിൽ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവുമായിരുന്നു നിങ്ങൾക്ക് ഫലം. സ്വയം കൃതാർത്ഥം എന്ന് പറയില്ലേ, നിങ്ങൾ തന്നെ അതിൻ്റെ കഴുത്ത് ഞെരിച്ചു കൊന്നിരിക്കുന്നു. സ്വാമി, അതായിരുന്നു ഭഗവാൻ നിങ്ങൾക്ക് കനിഞ്ഞു നൽകിയ സന്താനം. മറ്റൊരു സന്താനയോഗം കാണാനില്ല. സ്വാമി, രണ്ടാളും പൊയ്ക്കൊള്ളൂ, മറ്റൊന്നും പറയാനില്ല. അയ്യോ, അമ്മ അമ്മ അമ്മ. ഈശ്വര, ഈ സിദ്ധൻ ശ്യാമയുടെ കാര്യമെല്ലാം പറയുമല്ലോ. എല്ലാം തീർന്നു. ഇങ്ങോട്ട് നീങ്ങി നിൽക്ക്. അവിടെ സ്വാമി, സ്വാമി ഓരോരുത്തരുടെയും കഴിഞ്ഞുപോയ ജീവിതം മനക്കണ്ണിൽ കാണുമെന്നും ഭാവി ജീവിതം അച്ചട്ടായി പ്രവചിക്കുമെന്നും കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു വരം ഇതുവരെ ഈശ്വരൻ തന്നിട്ടുണ്ട്. ഇവള് എന്റെ മരുമകളാ. ഇവളുടെ ഭാവി ഫലം ഒന്ന് അറിയണമായിരുന്നു സ്വാമി. ഇവളിപ്പോ ഗർഭിണിയാണ് സ്വാമി. ഗർഭാവസ്ഥയിൽ ചില ക്ലേശങ്ങളുണ്ടായി. കുഞ്ഞിനെ നഷ്ടപ്പെടുമോ എന്ന് പോലും ഭയക്കേണ്ട ഒരു ഘട്ടം ഉണ്ടായി. കുഞ്ഞ് സുരക്ഷിതമായിരിക്കുന്നോ എന്നും സുഖപ്രസവം നടക്കുമോ എന്നുമാണ് അറിയേണ്ടത്. കണ്ണടച്ച് പ്രാർത്ഥിച്ചോളൂ. അബോർഷൻ സിംറ്റംസ് ആണല്ലോ കാണിക്കുന്നത്. ശ്യാമയ്ക്ക് ഇനി ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ച് പ്രസവിക്കാനാവില്ല. ശ്യാമയല്ല പ്രസവിക്കുന്നത്. ഞാൻ പ്രസവിക്കുന്ന കുഞ്ഞിനെ ശ്യാമയ്ക്ക് കൊടുക്കും അമ്മേ. ഞാനിപ്പോ ഗർഭിണിയാ. എല്ലാം പറഞ്ഞതുപോലെ ആരും ഒന്നും അറിയാൻ പാടില്ല. അത് മോളെ, സത്യാമ്മയുടെ ജീവനും കൂടി വെച്ച് കളിക്കാൻ വയ്യ എനിക്ക്. ഇനി കണ്ടു തുറന്നോളൂ. ഈ കുട്ടി ഗർഭം ധരിച്ച കുഞ്ഞിനെ പറ്റിയാണ് ഞാൻ പറയേണ്ടത്, അല്ലേ?
അതെ സ്വാമി. എന്താ സ്വാമി? ഈശ്വര, സിദ്ധനുള്ള സത്യം ഇപ്പൊ പറയും. അത് താങ്ങാനാവാതെ സത്യമ്മ. ഈ കുട്ടിക്ക് സന്താന ഭാഗ്യം എന്താ സ്വാമി? രക്ഷിക്കണം സ്വാമി, സത്യമ്മയുടെ ജീവന് വേണ്ടിയാ. ആ കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെട്ടിട്ട് പിന്നെ എന്തിനാണ് പിന്നെ ജീവിച്ചിരിക്കുന്നത്? പേഷ്യന്റിന് മനോവിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും ഉണ്ടാവരുത്. ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ വെച്ച് ഇത് സംഭവിച്ചതുകൊണ്ടാണ് ഞങ്ങൾക്ക് അവരുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചത്. ഒരല്പം താമസിച്ചിരുന്നെങ്കിൽ എന്താ സ്വാമി, ശ്യാമയ്ക്ക് സന്താന ഭാഗ്യം ഇല്ലെന്നാണോ? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. പറയുന്ന വാക്ക് സത്യമാകണം, സത്യമേ പറയാവൂ. സത്യമെന്നത് ഈശ്വരനാണ്. ഈശ്വരൻ എന്നത് സത്യവും. സത്യം ഒരു ജീവിതചര്യയായി സ്വീകരിക്കുന്നവൻ സ്വയം ഈശ്വരനാകുന്നു. എങ്കിലും സത്യം മാത്രം പറഞ്ഞ ധർമ്മദേവന്റെ പുത്രനായ യുധിഷ്ഠിരനും ഒരിക്കൽ ആ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കേണ്ടി വന്നു. അതും സത്യപക്ഷത്തിൻ്റെ വിജയത്തിന് വേണ്ടിയായിരുന്നു എന്നതാണ് ഒരു വൈരുദ്ധ്യം. കുരുക്ഷേത്ര യുദ്ധത്തിനിടെ പാണ്ഡവപ്പടയെ മുഴുവൻ ദ്രോണർ കൊന്നൊടുക്കുമെന്ന ഘട്ടത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരമാണ് യുധിഷ്ഠിരൻ ആ കള്ളം പറഞ്ഞത്. അതിനുവേണ്ടി ഭീമൻ അശ്വത്ഥാത്മാവെന്ന് പുനർനാമകരണം ചെയ്ത ആനയെ മസ്തിഷ്കത്തിനടിച്ചു വധിച്ചു. അങ്കക്കലിയോടെ പൊരുതി കയറിക്കൊണ്ടിരിക്കുന്ന ദ്രോണരോട് യുധിഷ്ഠിരൻ വിളിച്ചു പറഞ്ഞു, അശ്വത്ഥാത്മാ ഹത, അശ്വത്ഥാത്മാവ് കൊല്ലപ്പെട്ടുവെന്ന്. കുഞ്ചരം അഥവാ ആനയെന്ന് ദ്രോണർ കേൾക്കാതിരിക്കാൻ ശബ്ദം താഴ്ത്തി പിന്നീടാണ് യുധിഷ്ഠിരൻ അത് പറഞ്ഞത്. മരിച്ചത് തൻ്റെ മകൻ അശ്വത്ഥാത്മാവാണെന്ന് ധരിച്ച് തേർത്തട്ടിൽ തളർന്നിരുന്ന ദ്രോണരുടെ ശിരസ് ദ്രുപദപുത്രനായ ദൃഷ്ടദ്യുമ്നൻ വെട്ടിയെടുത്തു. സ്വാമി, ഇപ്പോ ഈ കഥ സത്യം പലതുണ്ടാവുമെന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. സ്വാമി, ഇവളുടെ കുഞ്ഞിന്റെ കാര്യം? മരുമകളുടെ ഉദരത്തിലെ കുഞ്ഞിനെ പറ്റിയല്ലേ നിങ്ങൾക്കറിയേണ്ടത്? അതെ സ്വാമി. നിങ്ങളുടെ മരുമകളുടെ കുഞ്ഞ് സുഖമായിരിക്കുന്നു. സീതാദേവിയെപ്പോലെ ഐശ്വര്യമുള്ളൊരു കുഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ ഓടിക്കളിക്കും. സന്തോഷം, വളരെ സന്തോഷം. സമാധാനായി അനുഗ്രഹം ഉണ്ടാവണം എല്ലായ്പ്പോഴും. തഥാസ്തു.